അനിൽ ഗണേഷ് ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്ന വിഷു തീം പ്രോഗ്രാമോടുകൂടി ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നു. വിഷു തീം പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി സിനു അനിൽ ഗണേഷിനെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഒരു വിഷു ക്വിസ് പ്രോഗ്രാമാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പതിവില്ലാതെ ഇന്ന് ധാരാളം കൊച്ചുകുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്, നല്ല ഒരുങ്ങി സുന്ദരിക്കുട്ടികളും സുന്ദരക്കുട്ടന്മാരും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം അവരിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കയറി വാ. മൈക്കെടുത്ത് നമ്മളെ മൈക്കണ്ട. എല്ലാവരും ഒരുങ്ങി സുന്ദരന്മാരുമായിട്ട് വന്നിരിക്കുകയാണല്ലോ. വെക്കേഷനൊക്കെ ആയല്ലോ അല്ലേ? പിന്നെ എന്താണ്, നാളെ വിഷു അല്ലേ? അപ്പം വിഷുവിനെ പറ്റി എല്ലാവർക്കും എന്തൊക്കെ അറിയാം? പുതിയ കോടി കിട്ടും, സദ്യ കഴിക്കും, കൃഷ്ണന് ഗിഫ്റ്റ് കൊടുക്കും, പിന്നെ കണി കാണും, പിന്നെ വിഷുക്കട്ട ഉണ്ടാക്കും, പടക്കം പൊട്ടിക്കും, കൈനീട്ടം വാങ്ങും. ഇതൊക്കെയാണോ വിഷുവിന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ? ഇതൊക്കെ അല്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന വിഷു അല്ലേ? പക്ഷെ നമ്മൾ ഈ വിഷു ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി ചില കാരണങ്ങളുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയോ? പേരായ ഒരു ക്രൂരനായ അസുരനുണ്ടായിരുന്നു. ആ അസുരൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു. അതിൻ്റെ ആഘോഷത്തിലാണ് വിഷു ആഘോഷിക്കുന്നതെന്നൊരു ഐതിഹ്യമുണ്ട്. പിന്നെ അതല്ല, ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ ആഘോഷമാണെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഏതാണ് ശരിയെങ്കിലും തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയമാണ് വിഷു. ദുഷ്ടനിഗ്രഹമാണ് വിഷുവിൻ്റെ അടിസ്ഥാനം. അപ്പോൾ മനസ്സിലായല്ലോ വിഷു എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന്. നീ നാളെ വിഷു അല്ലേ? എല്ലാവരും കണിയൊക്കെ കാണുമോ? വീട്ടിൽ കണിയൊക്കെ വെക്കുന്ന ആരാ? അപ്പൂപ്പൻ. നമ്മുടെ വീട്ടിലോ? അപ്പൂപ്പനും അമ്മാമ്മയും. അപ്പൂപ്പനും അമ്മാമ്മയും. അമ്മയും അമ്മാമ്മയും. അമ്മാമ്മയും അമ്മയും അമ്മാമ്മയും. അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും കൂടെയാ. അപ്പം ഇവരൊക്കെ അല്ലേ വിഷുക്കണി വെക്കുന്നത്? നിങ്ങൾക്ക് വിഷുക്കണി വെക്കാൻ അറിയാവോ? ഇല്ല. അപ്പം ഇന്ന് നമുക്ക് വിഷുക്കണി വെക്കാൻ പഠിച്ചാലോ? അപ്പം വാ. നമുക്ക് ഈ പ്രാവശ്യം ഒരു വിഷുക്കണി വെക്കാം അല്ലേ? അപ്പം വിഷുക്കണി വെക്കാൻ ആദ്യം വേണ്ടത് എന്താ? ശ്രീകൃഷ്ണനെ വെക്കണം അല്ലേ? അപ്പം ശ്രീകൃഷ്ണനെ എടുക്കാം. ശ്രീകൃഷ്ണനെ എടുക്കുന്നു. ഒരു പീഠത്തിൻ്റെ പുറത്ത് ശ്രീകൃഷ്ണനെ വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു ഉരുളി വേണ്ടേ? ഉരുളിയില്ല വിഷുക്കണി വെക്കുന്നത്. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് ഉരുളി എന്നാണ് പറയുന്നത്. അതാണ് ഉരുളിയിൽ വിഷുക്കണി വെക്കുന്നത് കേട്ടോ. ഇനി മോളെ നമുക്കങ്ങ് എടുക്കാം. ഒരു ആവശ്യത്തോടെ ഇവിടെ വയ്ക്കാം. അപ്പം ആദ്യം മറ്റേ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് കദളിപ്പഴം. അരി ഇടണം ആദ്യം. അത് അരി ഇട്ടിട്ടുണ്ട്. കദളിപ്പഴം, വെള്ളരിക്ക ഇത് കണി വെള്ളരിയാണ്. ഇത് നമ്മൾ വിഷുവിനല്ലേ കാണാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ വേറൊരു വെള്ളരിയല്ലേ ഉപയോഗിക്കുന്നത്. ഇത് മഹാവിഷ്ണുവിൻ്റെ മുഖമാണെന്നാണ് പറയുന്ന സങ്കല്പം. നമുക്ക് വാൽക്കണ്ണാടി വയ്ക്കാം.
ഇവിടെ. ഭഗവതിക്ക് വേണ്ടിയാണ് വാൽക്കണ്ണാടി വെക്കുന്നത്. ഭഗവതിയുടെ ഉടയാടയാണ് പുറകിൽ വെക്കുന്നത്. ചക്ക ഗണപതിക്ക് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. തേങ്ങ ഇവിടെ ഒന്നും വെച്ചോ. തേങ്ങ വയ്ക്കാം, അത് ഗണപതിക്ക് വേണ്ടിയിട്ട്. ഇത് മാമ്പഴം. മാമ്പഴം മുരുകന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. ഇത്രയും വിഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും വേണം. പിന്നെ ബാക്കിയൊക്കെ പണ്ടുള്ള ആളുകൾ വീടിൻ്റെ പറമ്പിലും മുറ്റത്തും ഒക്കെയുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് വയ്ക്കുമായിരുന്നു. അപ്പം അതൊന്നുമില്ല, നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് വയ്ക്കാം. എല്ലാം വെച്ചോ നമ്മളെ, എല്ലാം എടുത്ത് വയ്ക്കാം. വിഷുക്കണിയിൽ ഏറ്റവും പ്രധാനം എന്താ? കണിക്കൊന്ന. കണിക്കൊന്ന പൂക്കുമ്പോഴല്ലേ നമ്മൾ വിഷു വന്നെന്ന് അറിയുന്നത്. അപ്പം കണിക്കൊന്ന ഇത് മുള മേളി വയ്ക്കുക. കൃഷ്ണൻ ഇത് ഇതിൻ്റെ അകത്ത് വയ്ക്കുക. ഷൂസ് വരിക. ആപ്പിളും കൂടെ എടുത്ത് വെച്ച് മനെ ആപ്പിള്. അപ്പം നമ്മൾ കണിയൊക്കെ വെച്ച് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അയ്യോ വിളക്ക് വെക്കണം. ഇനി ഇത് വേറൊരു തട്ടത്തിൽ നമ്മൾ ഗ്രന്ഥം വെക്കണം. നമുക്ക് ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസമല്ലേ? ഗുരുദേവൻ തന്നെ പറഞ്ഞിരിക്കുന്ന വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനാണ്. അതുപോലെ ലോകത്തെല്ലാം വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്. എൻ്റെ ഗ്രന്ഥം വെക്കണം, വസ്ത്രം വെക്കണം, പിടിച്ച് സ്വർണം വേണം, വെള്ളി വേണം, നാണയങ്ങൾ വേണം, എല്ലാം വെക്കണം. അടുത്തായിട്ട് വിളക്ക് വയ്ക്കാം. ഇനി വിളക്ക് വയ്ക്കാം. പിന്നെ നമുക്ക് ഇനി എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ചിട്ട് വേണം കണി കാണാൻ. അപ്പം നമുക്ക് കണി കാണാം ഇനിയും. അപ്പം നമുക്ക് പോയി വിവുകുട്ടനെ വിളിച്ചോ, നമുക്ക് കണി കാണാം. നിൽക്കും മോനെ, വിളക്ക് കത്തിക്കട്ടെ.
എല്ലാവരും കണി കാണാൻ വന്നാട്ടെ. നേരെ നിർത്താം വിപുനെ. വാ എല്ലാവരും കണി കാണാ. വാ മോളെ വാ. ഇനിയിപ്പോൾ കണി കണ്ടല്ലോ. ഈ കണി കാണുന്നതിനും ഒരു രീതിയുണ്ട്. നമ്മൾ ചുമ്മാ വെറുതെ വന്ന് ശ്രീകൃഷ്ണനെ കണ്ടിട്ടങ്ങ് പോവുമല്ല. ശ്രീകൃഷ്ണനെ തൊഴണം. ഈ ഇരിക്കുന്ന ഓരോ വിഭവങ്ങളും നമ്മൾ കണ്ണിറച്ച് കാണണം. വിളക്ക് കാണണം, ഗ്രന്ഥം കാണണം, എല്ലാം കാണണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വർഷം മുഴുവനും നമുക്കിതുപോലെ ഐശ്വര്യവും സന്തോഷവും എല്ലാം തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറയണം. ഇതെല്ലാം ലോകത്തുണ്ടെങ്കിലും ഇതൊന്നും കാണാനൊന്നും പറ്റാത്ത ഒത്തിരി കുഞ്ഞുങ്ങളില്ലേ? നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? അതിന് ദൈവത്തിന് നന്ദി പറയണം. അപ്പം എല്ലാവരും കണി കണ്ടല്ലോ. അപ്പം ഇനി മുത്തശ്ശൻ്റെ അടുക്കൽ പോയി കൈനീട്ടം മേടിക്കാം. കൈനീട്ടം മേടിക്കാം. കാലത്തൊട്ട് എനിക്ക് കുനിയണോ? ഇപ്പം എല്ലാവരും കണിയൊക്കെ കണ്ടല്ലോ. കണി വെച്ചു, കണി കണ്ടു, കൈനീട്ടവും കിട്ടി. ഇനി നമുക്കൊരു വിഷുപ്പാട്ട് പാടിയല്ലോ. എല്ലാവർക്കും പാട്ടറിയാവോ? റെഡിയല്ലേ പാടാൻ? നമുക്കൊരു പാട്ട് പാടാം. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നൊന്നും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നൊന്നും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞൾ മുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ.
നല്ലപോലെ പാട്ട് പാടിയല്ലോ. അപ്പം ഇപ്പം എല്ലാം കഴിഞ്ഞില്ലേ? വിഷു കണി കണ്ടു, കൈനീട്ടം കിട്ടി, വിഷുക്കണി വെക്കാൻ പഠിച്ചു അല്ലേ? ഇത് പണ്ട് നമ്മളിപ്പം വിഷുക്കണി കണ്ടല്ലോ. പണ്ടൊക്കെ ആളുകൾ ഈ വിഷുക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞ് എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് കന്നുകാലികളെയും പ്രകൃതിയൊക്കെ കണി കാണിച്ചിരുന്നു. അന്ന് എല്ലാവർക്കും കർഷകരായിരുന്നു, കൃഷിയായിരുന്നു അവരുടെ പ്രധാന ജീവിതമാർഗം. അപ്പോൾ അവർക്കറിയായിരുന്നു അവരുടെ ആരോഗ്യത്തിൽ പോലെ തന്നെ കന്നുകാലികളെയും പ്രകൃതിയൊക്കെ കാക്കണം, അവരുടെ ആരോഗ്യത്തിനും പ്രാധാന്യം ഉണ്ടെന്ന്. അതുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ കാണിച്ചിരുന്നു. ഇപ്പം അതൊന്നുമില്ല, നമ്മൾ കണിയുണ്ടല്ലേ. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? അപ്പം ഇനി നിങ്ങൾ പഠിച്ചല്ലോ, ഇവിടെ ഇരിക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ വിഷുവിനെ പറ്റി എന്തറിയാമെന്ന് നമുക്ക് ചോദിക്കാം. അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കേ. അപ്പം വാ ഇനി മിഠായി സ്വീറ്റ്സ് വിഷുവിനെ പറ്റി കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശരി ഉത്തരം പറയുന്നവർക്ക് വലിയ വലിയ സമ്മാനങ്ങൾ കാത്തിരിപ്പുണ്ട്. കൈവച്ചു അറിയാവുന്നവരൊന്ന് കൈപൊക്കിയ കുഞ്ഞുങ്ങൾ ഒന്ന് ചോദിക്കും, പറഞ്ഞാൽ മതി അവിടെ ഇരുന്ന്. വിഷു എന്ന വാക്കിനർത്ഥം ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയത്തില്ലേ? ഗണപതിക്ക് വെച്ചതേ കാക്ക കൊണ്ടുപോയോ? മുട്ടായി എനിക്ക് തന്നെ കിട്ടുമോ? വിഷു എന്ന വാക്കിനർത്ഥം രാവും പകലും ഒരുപോലെ. പക്ഷെ ആ അർത്ഥം വരുന്ന ഒരു സംസ്കൃത വാക്കുണ്ടായിരുന്നു, വിഷവം. ആ വാക്കിൽ നിന്നാണ് വിഷു വന്നത്. രാവും പകലും കറക്റ്റാ. അമ്മയ്ക്കൊരു മുട്ടായി കൊണ്ട് കൊടു. പൂജടം. വിഷു ആഘോഷിക്കുന്ന മാസം ഉണ്ട്. അമ്മൂമ്മ പറഞ്ഞു. അമ്മൂമ്മയ്ക്കൊരു മുട്ടായി കൊടുത്തേ. മലയാള വർഷത്തിലെ എത്രാമത്തെ മാസമാണ് മേടം? എണ്ണുവാ. 9. അമ്മൂമ്മയ്ക്കൊരു മുട്ടായി കൊടുത്ത്. 9 നടുക്ക്. ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട് മൊത്തം? 12. അത് ചോദ്യമല്ലായിരുന്നു, ഞാൻ വെറുതെ ചോദിച്ചാ. വിഷുവിന് സമാനമായിട്ട് ബിഹു എന്നൊരു ഉത്സവം ഉണ്ട് ഇന്ത്യയിൽ. അത് ആഘോഷിക്കുന്ന സംസ്ഥാനം അല്ല. എന്തോ അല്ല. ഒഡീഷ ആരാ പറഞ്ഞത്? ഒഡീഷ ഒഡീഷ അല്ല, ആസാം. കൊടുക്കും. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. ഈ കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ്. വേറൊരു രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ്. ആ രാജ്യം ഏതാണെന്നറിയാം? എന്താ? ഇവിടുന്ന് ആളുകളൊക്കെ ടൂർ പോകാൻ വളരെ താല്പര്യം കാണിക്കുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ്. കറക്റ്റ്. ഈ വശത്തുനിന്ന് ആൻസർ കൂടുതലോ. കൊന്നപ്പൂവിൻ്റെ മറ്റൊരു പേര് ആർക്കെങ്കിലും അറിയാമോ? അല്ല. ആരാ കർണികാരം പറഞ്ഞേ? അവിടെ കർണികാരം കൊണ്ടു. വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഒരു കൊന്നമരം കേരളത്തിലുണ്ട്, മേടമാസത്തിലല്ലാതെ. അതെവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? മധ്യ കേരളംകാരൊക്കെ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ കോട്ടയത്തല്ല, അടുത്തൊരു സ്ഥലത്താണ്, പത്തനംതിട്ട. അറിയത്തില്ലല്ലേ? മലയാലപ്പുഴ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തൊരു കണിക്കൊന്ന വർഷം മുഴുവൻ പൂത്ത് നിൽക്കും. അതെനിക്ക് നമുക്ക് എടുക്കാം. വിഷുവിൻ്റെ പേരിൽ തൃശ്ശൂരിന് വടക്കോട്ടുള്ള ഒരു പലഹാരമുണ്ട്. വിഷുക്കട്ട. അങ്കിളിനൊരു അങ്കിള്.
ഈ ഐതിഹ്യങ്ങളല്ലാതെ വിഷുവിനല്ലാതൊരു പ്രാധാന്യമുണ്ട് ശാസ്ത്രീയമായിട്ട്. കാർഷികോത്സവമാണ് രാവും പകലും ഒരുപോലെ വരുന്നത്. ശരി. പിന്നെ ഇപ്പൊ കുഞ്ഞുങ്ങൾ പാടിയ പാട്ട് കണി കാണുന്നേരം, അത് ആരെഴുതിയെന്നാണ് വരികൾ? അല്ല, അദ്ദേഹം എഴുതിയ വേറെ 2 വരി ഞാൻ പറയാം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, പൂന്താനം. അതെ, പൂന്താനം. പൂന്താനത്തിൻ്റെ നരകവൈരി എന്ന് പറഞ്ഞൊരു കൃതിയിലാണ് ഈ വരികളുള്ളത്. പിന്നെ ദേവരാജൻ മാഷ് ഈ വരികൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംഗീതം കൊടുത്ത് പീലിയിലെ പാടിയതാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. അതേത് സിനിമയാണ്? ഇപ്പം നമ്മൾ ഈ കേട്ട പാട്ടായിട്ട് നമ്മൾ എത്ര അല്ല അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ എന്ന സിനിമയുടെ പേര്. അപ്പുക്കുട്ടന് വിടില്ല, ആരും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ശ്രീകൃഷ്ണൻ ആരെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് വിഷു. നരകാസുരൻ, അത് ഞാൻ ആദ്യം പറഞ്ഞു. ശരി. അപ്പം മതി. വിഷുവിനെ പറ്റി എത്ര നോക്കിയിട്ടും ഇത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ നമുക്ക് ചോദിക്കാൻ. അപ്പം വാ കുഞ്ഞുങ്ങൾ വാ, നമുക്ക് അപ്പം ഈ വർഷത്തെ വിഷു, അടുത്ത വർഷം വരെ വിഷു എല്ലാവരും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും ഇതുപോലെ ഒരേ കുടക്കീഴിലിരുന്ന് സന്തോഷത്തോടെ അടുത്ത വർഷവും നമുക്ക് ഈ വിഷു ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെയും കുട്ടികളുടെയും ഹാപ്പി വിഷു. മോളെ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ കണി കാണുന്നുണ്ട്. വളരെ പുതുമയുള്ള ഒരു വിഷു പ്രോഗ്രാമായിരുന്നു ശ്രീമതി സിനു അനിൽ ഗണേഷ് ഇവിടെ അവതരിപ്പിച്ചത്. സിനു അനിൽ ഗണേഷ് നൽകാം നല്ലൊരു കയ്യടി. സിനു അനിൽ ഗണേഷ് നമ്മുടെ മെമ്പർ ശ്രീ അനിൽ ഗണേഷിൻ്റെ വൈഫുമാണ്. ഇതിൽ പങ്കെടുത്ത കുട്ടികൾ നിധി ആർ ഷിനു, ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഡോക്ടർ സുരേഷ് കുമാർ, മീനാക്ഷി ശ്രീജിത്ത്, മുകുന്ദ് ശ്രീജിത്ത്, 2 പേരും മിസ്റ്റർ സോമസുന്ദരം അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനാണ്. തേജസ് കമൽ, കൃപ കമൽ, 2 പേരും ഡോക്ടർ ജയപ്രകാശ് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനാണ്. താങ്ക് യു.